അസ്സലാമു അലൈക്കും. ഇന്നൊരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഡ്രം സ്റ്റിക് ഫ്ലവർ തോരൻ, മുരിങ്ങാപ്പൂ കൊണ്ടുള്ള ഒരു തോരനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തേങ്ങയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയ ഉള്ളിയും ചേർത്ത് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മുരിങ്ങാപ്പൂവ് അത് കഴുകുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് അമർത്തി കഴുകരുത്. അമർത്തിയിട്ടുണ്ടെങ്കിൽ ആ പൂവൊക്കെ ഇതായിട്ട് പോകും. പതുക്കെ കഴുകിയെടുക്കണം. പിന്നെ അതിന് വേണ്ട സാധനങ്ങളാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. കുറച്ച് കടുക് വേണം, ഒരു 3 വറ്റൽ മുളക് വേണം, പിന്നെ ഒരു പകുതി സവാള ചെറുതായിട്ട് അരിഞ്ഞത്. ഇതിന് പകരം ചെറിയ ഉള്ളി വേണമെങ്കിൽ യൂസ് ചെയ്യാം നമുക്ക്. കുറച്ച് കറിവേപ്പില. അപ്പോൾ നമ്മൾ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രൈ പാനാണ് യൂസ് ചെയ്യുന്നത്, എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ വെളിച്ചെണ്ണയുടെ അളവ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ കൊളസ്ട്രോളൊക്കെ അധികമുള്ള ആളാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ ഉഴുന്നിട്ട് കൊടുക്കാം. ഉഴുന്ന് ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഉഴുന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനത് വിട്ടുപോയി. ഞാനിപ്പോൾ കറിവേപ്പിലയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ എന്നിട്ട് ലാസ്റ്റാണ് വറ്റൽമുളക് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതും കൂടെ ഒന്ന് മൂത്ത് വന്നിട്ട് വേണം നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് പകുതി സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് പകരം ചെറിയുള്ളിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ ഇപ്പോഴാണ് കേട്ടോ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ കടുകും ഉഴുന്നും ചേർത്ത് കൊടുത്തതിന് ശേഷം വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ ഞാനത് വിട്ടുപോയി, അതുകൊണ്ട് ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് മുരിങ്ങാപ്പൂ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ നോക്കിക്കോളൂ, ഇപ്പം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ കുറേ ഉണ്ടാവും കേട്ടോ. പക്ഷെ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ നോക്കിക്കോളൂ, വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് ഇതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ തേങ്ങ കുറച്ച് വെച്ചിട്ടില്ലേ, അതും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഒരു 5-10 മിനിറ്റ് മൂടി വയ്ക്കാം. നമ്മളിതിൽ വെള്ളമൊന്നും ഇടേണ്ട ആവശ്യമില്ല. കുറച്ച് കഴിയുമ്പോൾ അത് നന്നായിട്ട് നല്ല ടേസ്റ്റിൽ വെന്തിട്ടുണ്ടാവും. നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.